നീതി ഉറപ്പാക്കുക. ഇനിയും മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം എന്തോ ഉയർന്ന ആനയും തേനയും മാങ്ങാത്തൊലിയും ആനയും ചേനയും മാങ്ങാത്തൊലിയും ഒക്കെ നൽകിയിട്ടുണ്ട് എന്നാ പറയാറ്. ഇസ്ലാമിക സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്വർഗത്തിൽ എന്താണ് നൽകുന്നത് എന്ന് ഖുർആനിലുണ്ടോ? പക്ഷെ പുരുഷന് നൽകുന്നത് എണ്ണി 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 വിശദീകരിച്ച് പറഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് നൽകുന്നതും വിശദീകരിച്ച് അവിടെ പറയണ്ടേ ഖുർആൻ? സ്ത്രീകളുടെ കാര്യത്തിൽ എന്തിനാ അല്ലാഹു ഇത്രയും അവഗണന കാണിക്കുന്നത്? പുരുഷന് 72 മാറിടം തുടുത്ത ഹൂറികളെ കിട്ടും, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ബോറടിക്കാതിരിക്കാൻ ബാലന്മാരെയും കിട്ടും. അപ്പൊ സ്ത്രീകൾക്കും എന്താ കിട്ടേണ്ടതെന്ന് പറയണ്ടേ? ഇതാണ് നമ്മുടെ ചോദ്യം. ചില ഭ്രാന്തന്മാരായിട്ടുള്ള മൗലവിമാർ ബാലൻസ് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾക്ക് അവരവിടെ ഇഷ്ടപ്പെടുന്നത് എല്ലാം കിട്ടുമെന്ന് വെറുതെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുവാണ്. മനസ്സിലായ? മരിച്ചുപോയ സ്ത്രീകളോ പുരുഷന്മാരോ ആരെങ്കിലും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടോ? ചില ഉസ്താദുമാര് സ്വർഗത്തിൽ പോയിട്ട് ലീവിന് വന്നിട്ട് ഓരോന്ന് പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വർഗത്തിൽ അങ്ങനെയുണ്ട്, സ്വർഗത്തിൽ ഇങ്ങനെ ഇവർ അനുഭവിച്ചറിഞ്ഞതുപോലെയൊക്കെ പറയാറുണ്ട്. ഹൂറികളില്ലാത്ത സ്വർഗമാണോ? ഹൂറന്മാരില്ലാത്ത സ്വർഗമാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. പന്നിയിറച്ചി തിന്നണം എന്ന് ആഗ്രഹിച്ചാൽ അവിടെ കിട്ടുമോ? അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ഇരിക്കണമെന്നൊരു സ്ത്രീ ആഗ്രഹിച്ചാൽ പറ്റുമോ? തൊടുത്ത മാറിടം കിട്ടുന്ന ഉള്ള പെണ്ണിനെ എല്ലാവർക്കും കിട്ടിയിട്ട് എന്താ കാര്യം? എല്ലാവരും സ്ത്രീകളോട് താല്പര്യമുള്ളവരല്ലല്ലോ സ്ത്രീകള്. അപ്പോ ലൈംഗികപരമായ കാര്യങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് ഇത്തരം ജഡിക വിചാരങ്ങളാൽ സാങ്കല്പിക സ്വർഗം കെട്ടി ഉയർത്തിയിട്ട് നിരാശ്രയനായി നിൽക്കുന്ന ഒരു പടച്ചു എല്ലാ സ്ത്രീകളെയും എല്ലാ പുരുഷന്മാരെയും കാമാസക്തരായിട്ടുള്ള ആളുകളായി മാത്രം നോക്കാനേ ഈ പടച്ചുവിന് കഴിയൂ. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ശരീരം മറയ്ക്കണം, കറുത്ത പർദ്ദ കൊണ്ട് തന്നെ മറയ്ക്കണം, അത് നിർബന്ധമാണ്. പുരുഷ വിശ്വാസികൾക്ക് പ്രത്യേകം ഓഫറുകളും ഉണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ. അതായത് ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ചാവുക. അള്ളാഹുവിന്റെ കഴിവുകൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ പ്രത്യേകതകൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. വേറെ എന്തും അള്ളാഹു ക്ഷമിക്കും. അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നതും മാത്രം പടച്ചോൻ ക്ഷമിക്കില്ല ഒരു കാലത്ത്. ഒരു വീഡിയോ കേൾപ്പിച്ചു തരാം. ഇത് ഞാൻ പറയുന്നതാണോ, ഇത് ശരിയാണോ എന്ന് നോക്കാം. സൗദ ആശുപത്രിയിൽ പ്രസവിച്ചിട്ട് മരിക്കുന്നുണ്ട്, ഹെൽമെറ്റ് ഇട്ടിട്ട് ആക്സിഡന്റ് പറ്റുന്നുണ്ട്, കാറിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ആക്സിഡന്റ് പറ്റുന്നുണ്ട് എന്ന് കരുതി ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കും. നിങ്ങളെ പോലെയുള്ള ആളുകളാണ് ഇങ്ങനെ ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്നത്. സൗദയുടെ മകൻ വീണ് തല പൊട്ടിയാൽ വീട്ടിൽ ചികിത്സിക്കുവോ? എക്സ്റേ എടുക്കാന് കൈ പൊട്ടിയെന്ന് വിചാരിച്ചോ, കൈ ഒടിഞ്ഞെന്ന് വിചാരിച്ചോ, എന്താ ചെയ്യുക? പെട്ടെന്ന് BP-യോ ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ കൂടി ഒരു സൈലന്റ് അറ്റാക്കിന്റെ ആരംഭം, രക്തം ഛർദ്ദിച്ചു ഒരാൾ എന്ത് ചെയ്യും? പ്രവാചകൻ ആശുപത്രിയിൽ പോയിട്ടുണ്ടോ? എക്സ്റേ എടുത്തിട്ടുണ്ടോ? അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ടുണ്ടോ? CT സ്കാൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യും? അഫ്ഗാനികൾ പോലും ഈ കൊറോണ സ്പ്രെഡായ സമയത്ത് ഇന്ത്യയിൽ നിന്നും 100 കണക്കിന് ഡോക്ടർമാരെ കയറ്റിവിടാൻ ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്യുകയും ഇന്ത്യ അതുപോലെ ചെയ്യുകയും ചെയ്ത ചരിത്രമാണ് ഈ നാടിനുള്ളത്. കേട്ടോ, നിങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ ജനിക്കേണ്ടവരേ അല്ല. ഒരു ഉസ്താദ് പറയുന്നത് ഒന്ന് കേട്ടോളൂ. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് ഈ നാട്ടിലെ കള്ള് ഷാപ്പുകളേക്കാൾ, പലിശ സ്ഥാപനങ്ങളെക്കാൾ, 100 കണക്കിന് കൊലപാതകങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹുവിന് വലിയ പാപമായി, ഗൗരവമായിട്ടാ കാണുന്നത്. കൊലപാതകം കുഴപ്പമില്ല, ബലാത്കാരം കുഴപ്പമില്ല, കൊള്ളയടി കുഴപ്പമില്ല, മോഷണം കുഴപ്പമില്ല, ഉമ്മയെ വ്യഭിചരിച്ചാലും കുഴപ്പമില്ല. കുഴപ്പം എന്തിനാണ്?
അള്ളാഹുവിനെ മാത്രം ആരാധിക്കാതിരുന്നാൽ അതാണ് അള്ളാഹുവിന്റെ പക്കലുള്ള ഏറ്റവും വലിയ പാപം. ഈ പെഴച്ചോനായ പടച്ചോനെ കൊണ്ട് തോറ്റു മനുഷ്യൻ. ഈ ഇവരുടെയൊക്കെ ശരീരഭാഷകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവരേത് രൂപത്തിലുള്ള ചിന്താഗതിക്കാരാണെന്ന്. ഇവർക്കൊന്നും അത്ര പെട്ടെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ വെളിവുണ്ടാക്കി എടുക്കുക എന്നത് ശ്രമകരമാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അത്തരം പോസ്റ്റുകളുടെ താഴെ തന്നെ വന്നിട്ട് ഓരോരുത്തർ ചോദിക്കുന്ന ചോദ്യമാണ്, ആശുപത്രി പ്രസവിച്ച മരിക്കില്ലേ? ഇതാണ് ചോദ്യം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, മുഹമ്മദ് നബി പഠിപ്പിക്കുവാണ് പടച്ചോൻ പറഞ്ഞതായിട്ട്, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ എന്റെ സമുദായത്തിൽപ്പെട്ട വല്ലവനും മരണമടഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഒഴികെയുള്ളതെല്ലാം അള്ളാഹു പുറത്തു തരും. ഇന്ന ശിർക ലദുൽമുൻ അളീം. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപമാണെന്ന് ആലോചിച്ച് നോക്കിയ. അള്ളാഹു അല്ലാതെ വേറെ പടച്ചോൻ ഇല്ലാന്ന് പടച്ചോൻ പറയുന്നുണ്ട്. പക്ഷെ ആ ഇല്ലാത്ത പടച്ചോനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പടച്ചോൻ ശിക്ഷിക്കും, ഒരിക്കലും പൊറുക്കില്ല എന്നാ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് പടച്ചോനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചോദിച്ചു പോകുന്നത്. അപ്പൊ അബൂദർ എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരൻ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കാൻ, അല്ല പ്രവാചകരെ, കളവ് നടത്തിയാല് പൊറുക്കൂടാ, വ്യഭിചരിച്ചാൽ ആടാ സ്വർഗത്തിൽ പ്രവേശിക്കും, അപ്പൊ മോഷ്ടിച്ചാൽ ആടാ, എങ്ങനെയുണ്ട്? സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 2-ാം വാള്യത്തിലെ 23-ാം അധ്യായത്തിലെ 329-ാമത്തെ ഹദീസ്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 1237-ാമത്തെ ഹദീസ്. വെറുതെ പറയുവാണെങ്കിൽ നിങ്ങൾ പറ. മുഹമ്മദ് നബി പറഞ്ഞു, ജിബ്രീൽ എന്നോട് പറഞ്ഞു, എന്റെ സമുദായത്തിൽ നിന്നാരെങ്കിലും അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായി, അള്ളാഹുവാണ് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചത്, അതിന്റെ കൂടെ ഒരു അള്ളാഹുവും കൂടി സഹായത്തിനുണ്ടെന്ന് വിശ്വസിക്കരുത് എന്ന് മനസ്സിലായ. അങ്ങനെ വിശ്വസിക്കാതിരുന്നാലാണ് അവന് സ്വർഗം കിട്ടുക. അതല്ലാതെ ഇനിയിപ്പോ അങ്ങനെ ചെയ്തിട്ട് അവൻ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ഒന്നും കുഴപ്പമില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഒരിക്കലും അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർത്തിട്ടില്ല. ഇപ്പൊ അള്ളാഹുവിനെ വിമർശിക്കുന്ന ചിലപ്പോൾ എനിക്ക് സ്വർഗം കിട്ടും. അള്ളാഹു ഈ പറഞ്ഞ സ്വർഗം ഒരു പക്ഷെ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ട, അത് വേറെ. പടച്ചോടെ കാല് പിടിച്ചാൽ കാര്യം എനിക്ക് തരല്ലേ, ദയവേദി തഹാവർ ഹുസൈൻ റാണയെ പോലെയുള്ള, സാക്കിർ നായിക്കിനെ പോലെയുള്ള വികാര ജീവികൾക്കിടയിൽ അയ്യോ വയ്യ, വേണ്ടായിട്ടാണ് പൊന്നു പടച്ചോനെ തരല്ലേ എന്ന് പറയും. എനിക്ക് നരകം മതി എന്ന് പറയും. യേശുദാസും മമ്മൂട്ടി മോഹൻലാലും ഒക്കെയുള്ള ആ നരകം മതിയെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അപ്പോ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹുൽ ബുഖാരിയിലെ 4-ാം വാള്യം 54-ാമത്തെ പുസ്തകം 445-ാമത്തെ ഹദീസിലും പറയുന്നത് ഇത് തന്നെയാണ്. ഒരാള് അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ മോഷ്ടിച്ചാലും വ്യഭിചരിച്ചാലും ശരി, മരിച്ചുപോയാൽ അവന് സ്വർഗം കിട്ടും. എന്നിട്ട് 80,000 ദാസന്മാർ, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ സ്വർഗത്തിൽ പോകുന്നവർക്ക് അള്ളാഹു തരുന്നതാണേ. 80,000 ദാസന്മാർ. ഒന്ന് കൂട്ടി നോക്കിയാൽ നിങ്ങൾ എങ്ങനെ കൂട്ടി നോക്കിയാലും നിങ്ങൾക്ക് പിടികിട്ടത്തില്ല. നമ്മുടെ ബുദ്ധി ഇത്രയ്ക്കേ ഉള്ളല്ലോ. അതുകൊണ്ട് 72 ഭാര്യമാരും ഉള്ളവനാണ് സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സ്ഥാനത്തുള്ളത്. ഈ 80,000 ദാസന്മാരൊക്കെ എന്തിനാണെന്നേ ഒരാൾക്ക്? ഞാനൊക്കെ എത്രയോ ആലോചിച്ച് തല പുകഞ്ഞിട്ടുള്ള കാര്യമാണിത്. ഇവരൊക്കെ തീറ്റിപ്പോരാൻ പടച്ചോന് പറ്റുമായിരിക്കും, പടച്ചോന്റെ ആൾക്കാരല്ലേ. അല്ല ഇവരൊക്കെ എവിടെ കിടക്കും? 100 മുറികളുള്ള റൂം ഉണ്ടെന്നൊക്കെയാ പറഞ്ഞു. എന്നാലും 80,000 ഒക്കെ കുറച്ച് കടന്നുപോയില്ലേ? തള്ളി മറിച്ചപ്പോഴത്തേക്കിന് പുട്ടായിരിക്കും തിന്നത്. പുട്ട് പടച്ചോൻ അങ്ങനെ അങ്ങ് തള്ളി മറിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. 80,000 ദാസന്മാരും 72 ഭാര്യമാരും. മര്യാദയ്ക്ക് നിസ്കരിച്ചോ, മര്യാദയ്ക്ക് നോമ്പ് പിടിച്ചോ, സക്കാത്ത് കൊടുത്തോ, എന്നാല് പടച്ചോൻ 72 ഭാര്യമാരെ തരും. ഇവരുടെ ഒരെണ്ണത്തിനെ തന്നെ മേയ്ക്കാൻ ആൾക്കാർ കിടന്ന് പെടുന്ന പാട് നമ്മൾ കാണുകയാണ് കേട്ടോ. അത് അതിന്റെ ട്വിസ്റ്റ് അതൊന്നും അല്ല കേട്ടോ. ഏറ്റവും ചെറിയ സ്ഥാനം, സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സ്ഥാനത്തുള്ളതാണ് അത്. ആ സൗദ നസീർ പടച്ചോനില്ല, എന്തേ? നിനക്കുണ്ടാക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? പടച്ചോനെ, എനിക്ക് പടച്ചോനില്ല. ഞാൻ നിങ്ങളുടെ ഈ കോമാളി പടച്ചോനിൽ വിശ്വസിക്കുന്നുമില്ല. പേടിത്തൊണ്ടനായ 7-ാം ആകാശത്തിനപ്പുറത്ത് പോയി ഒളിച്ചിരിക്കുന്ന പടച്ചോനിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തേ, വിശ്വസിപ്പിക്കാൻ നിനക്ക് വല്ല പ്ലാനും ഉണ്ടോ? ഇങ്ങനത്തെ കോമിക്കായിട്ടുള്ള കഥകളിൽ നിങ്ങളങ്ങ് വിശ്വസിച്ചോ. നമ്മളോട് വിശ്വസിക്കാൻ നിർബന്ധിക്കാതിരുന്നാൽ മതി. ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ. അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ തീർന്നു സംഗതി കേട്ടോ. ഇതില് തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന 4-ാം വാള്യം
12ാമത്തെ ബുക്ക് 2562 ഹദീസാണ്. റഫറൻസ് വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഇതൊക്കെ ഈ പുസ്തക കെട്ടുകൾക്കകത്തുള്ളതാണ്. ഇല്ല എന്ന് തെളിയിക്കാനാണ് ഇവർ വരേണ്ടത്. നിർബന്ധിച്ചാലും നടക്കില്ലല്ലോ സൗദ. അത് മനസ്സിലാക്കാൻ വേറൊരു ബുദ്ധി വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവും കൊണ്ട് നടക്കാം. നിങ്ങൾക്ക് എന്നെ വിശ്വസിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നെ നിർബന്ധിക്കാൻ പറ്റുമോ? നിർബന്ധിക്കാൻ പറ്റില്ല. അത് ആദ്യം സാമാന്യ ബോധം വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ നിർബന്ധിച്ചാലും അതൊന്നും ഏറിക്കാനും പോകുന്നില്ല. കാരണം ഇത് പാകിസ്ഥാനല്ല, ഇന്ത്യ.